ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ദീപാവലി റിലീസായിട്ട് തമിഴിൽ നിന്ന് 3 സിനിമകളാണല്ലോ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിലീസാണ് ഡ്യൂഡ് എന്ന സിനിമയുടേത്. പ്രദീപ് രംഗനാഥൻ തുടർച്ചയായിട്ട് ഹിറ്റുകൾ അടിച്ചു നിൽക്കുന്ന ഒരു നടനാണല്ലോ. തുടർച്ചയായുള്ള 3ാമത്തെ വിജയം നേടിയെടുക്കാനായിട്ട് ഇപ്പോഴത്തെ പ്രദീപ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. പ്രീ റിലീസിൽ തന്നെ ലാഭം കണ്ടെത്തിയ ഡ്യൂഡ് എന്ന സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ നാളെ അറിയുവാനായിട്ട് കാത്തിരിക്കൂ. നാളെ ഒക്ടോബർ 17 തിയേറ്ററുകളിലേക്ക് എത്തുന്ന 2ാമത്തെ തമിഴ് സിനിമ ബൈസൺ എന്ന സിനിമയാണ്. ധ്രുവ് വിക്രമാണ് സിനിമയിൽ നായികവേഷത്തെ അവതരിപ്പിക്കുന്നത്. മാരി സെൽവരാജാണ് സിനിമയുടെ സംവിധാനം. നാളെ റിലീസ് ചെയ്യുന്ന 3ാമത്തെ തമിഴ് സിനിമ ഡീസൽ എന്ന സിനിമയാണ്. ഹരീഷ് കല്യാണാണ് സിനിമയിൽ നായകനായിട്ട് എത്തുന്നത്. ഈ 3 തമിഴ് സിനിമകളോടൊപ്പം തമിഴിൽ നിന്നുള്ള വരാനിരിക്കുന്ന ഒരു വമ്പൻ സിനിമയുടെ പ്രൊമോ വീഡിയോ കൂടി ഇപ്പോൾ പ്രദർശിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അരസൻ എന്ന സിനിമ SGR നായകനായി എത്തുന്ന വെട്രിമാരൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ പ്രൊമോ വീഡിയോ തിയേറ്ററുകളിൽ ഇന്ന് മുതൽ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. യൂട്യൂബിലൂടെയുള്ള ഓൺലൈൻ റിലീസ് നാളെ ഒക്ടോബർ 17 രാവിലെ 10:07 പാതിരാത്രി മലയാളത്തിൽ നിന്ന് ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട 2ാമത്തെ സിനിമയാണ്. സൗബിൻ, നവ്യ നായർ തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമ പുഴു എന്ന സിനിമയുടെ സംവിധായിക റദീനയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ കൂടിയായി ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങൾ കേട്ട് കാത്തിരിക്കാം. ഇന്ന് പൃഥ്വിരാജിന്റെ ജന്മദിനത്തിൽ ഐ നോബഡി എന്ന സിനിമയുടെ പോസ്റ്റർ കൂടി റിലീസ് ആയിരിക്കുകയാണ്. ഇതുവരെ വന്ന 2 പോസ്റ്റേഴ്സും കിടിലനാണല്ലോ. ഇപ്പോഴത്തെ അടുത്തൊരു കിടിലൻ ക്വാളിറ്റി പോസ്റ്ററാണ് ഐ നോബഡി എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്ന് ഇന്ന് പൃഥ്വിരാജിന്റെ ജന്മദിനത്തിൽ വന്നിരിക്കുന്നത്. നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് ഐ നോബഡി. മറ്റന്നാൾ ഒക്ടോബർ 18 സിനിമയുടെ ഷൂട്ടിലേക്ക് പൃഥ്വിരാജ് വീണ്ടും ജോയിൻ ചെയ്യും. അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം.